പുതിയ വാർത്തകൾ വേഗത്തിൽ ചുരുക്കത്തിൽ നോക്കാം. കൊട്ടാരക്കര മുൻ എംഎൽഎയും സിപിഎം നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസിലേക്കെന്ന സൂചന. കലയപുരം ആശ്രയ സങ്കേതത്തിൽ ഇന്ന് നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കും. പരിപാടി സംഘടിപ്പിക്കുന്നത് കൊട്ടാരക്കര കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. സിപിഎമ്മുമായി ഇപ്പോൾ ബന്ധമില്ലെന്ന് ഐഷ പോറ്റിയുടെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഓർമ്മദിനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങി കോട്ടയത്തേക്ക് പോകും. നാളെ രാവിലെ പുതുപ്പള്ളിയിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. തിരുവനന്തപുരത്ത് എ കെ ആന്റണിയുമായും കൂടിക്കാഴ്ച. രാജ്യസഭാംഗമായി തന്നെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഉയർന്ന കലപിലകൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നെന്ന് സി സദാനന്ദൻ. ഫേസ്ബുക്കിലിട്ട കുറിപ്പിലാണ് പ്രതികരണം. ഈ മാസം 21-ന് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും സദാനന്ദൻ. 18-ാം തീയതിയിലെ ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം ഡൽഹിക്ക് പുറപ്പെടും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ വീണ്ടും ശക്തമായി. കോഴിക്കോട് ജില്ലയുടെ മലയോരത്തെ കനത്ത മഴയ്ക്ക് പിന്നാലെ ഇരുവഴിഞ്ഞ് ചെറുപുഴ ആറുകൾ കരകവിഞ്ഞു. പലയിടത്തും റോഡിൽ വെള്ളം കയറി. കാസർഗോഡ് ജില്ലയിലും കനത്ത നാശനഷ്ടങ്ങൾ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഞായറാഴ്ച വരെ മഴ തുടരും. യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമം തുടരുന്നു. വധശിക്ഷ നടപ്പാക്കിയേ തീരൂ എന്ന നിലപാടിൽ കൊല്ലപ്പെട്ട തലാൽ മെഹദിയുടെ കുടുംബം നീട്ടിവെച്ച വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട്. ഷാർജയിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം ഇന്ന് യുഎഇയിൽ നടക്കും. സംസ്കാരം വൈകിക്കുന്നത് ഒഴിവാക്കാനാണ് തീരുമാനമെന്ന് കുടുംബം. വിപഞ്ചികയുടെ ആത്മഹത്യയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശ്വാസമെന്നും പ്രതികരണം. കേരളത്തിൽ നിയമ നടപടി തുടരും. കേസ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലേക്ക്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലും റിലീസ്. ആദ്യ പ്രദർശനം രാവിലെ 10-ന്. സുരേഷ് ഗോപി, മണിയറ പ്രവർത്തകരും തൃശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണും. പാലക്കാട് നിപ്പ സംശയിക്കുന്നയാളുടെ സാമ്പിൾ സ്ഥിരീകരണത്തിനായി പൂനെ ലാബിലേക്ക് അയച്ചു. സമ്പർക്ക പട്ടികയിൽ 385 പേർ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ 7 പേർ ഐസൊലേഷനിലാണ്. കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഓഫീസിലെത്തിയേക്കും. SFI പ്രതിഷേധമുണ്ടാകുമെന്ന് സൂചന. സംരക്ഷണം നൽകണമെന്ന് പോലീസിന് രാജ്ഭവന്റെ നിർദ്ദേശം. സിറിയയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഇന്നലെ ഡമാസ്കസിലെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണമുണ്ടായി. വടക്കൻ മേഖലയിൽ സൈന്യവും ഡ്രൂസ് സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നതായും റിപ്പോർട്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് അമേരിക്ക. നിരവധി പേരെ കൊന്നു കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തിയ ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിന് പുല്ലുവില. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷയൊരുക്കാതെ പോലീസ്. വിശദമായ അന്വേഷണം വേണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് പരിശോധന വൈകുന്നതിലും ദുരൂഹത. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. കൊട്ടാരക്കര മുൻ എംഎൽഎ ഐഷ പോറ്റി. ഐഷ പോറ്റി രാഷ്ട്രീയത്തിൽ അതികായനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്കുള്ള തൻ്റെ വരവറിയിക്കുന്നത്. ആ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുന്നു. കൊട്ടാരക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലാണ് ഐഷ പോറ്റി പങ്കെടുക്കുന്നത്. ഐഷ പോറ്റിയുടെ ചിത്രം വെച്ച് പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP-യാണ് ഉദ്ഘാടകൻ. കുറെ കാലമായി പാർട്ടിയുമായി അകന്നു നിൽക്കുകയാണ് ഐഷ പോറ്റി. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീഷ്, കഴിഞ്ഞ കുറെ നാളുകളായി ഒരു പൊതുരംഗത്ത് അത്ര സജീവമല്ല. പ്രത്യേകിച്ച് പാർട്ടി വേദികളിൽ ഐഷ പോറ്റിയെ കണ്ടിട്ടേയില്ല. അതിന് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിയുമായി ഉണ്ടായ ഒരു അകൽച്ച തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട കാരണം.
അത് കഴിഞ്ഞ് ഇപ്പോൾ ഐഷ പോറ്റിയുടെ ഒരു പടം ഒരു പരിപാടിയിൽ പോസ്റ്ററിൽ അടിച്ചു വരുന്നത് അത് കോൺഗ്രസിന്റെ പരിപാടിയാണ് എന്നതാണ് ശ്രദ്ധേയം. കുറെ കാലമായി ഇങ്ങനൊരു അഭ്യൂഹമൊക്കെ ആ മേഖലയിൽ പ്രചരിക്കുന്നുണ്ട്. അവർ കോൺഗ്രസുമായി അടുക്കുന്നു, കോൺഗ്രസിലേക്ക് വന്നേക്കുമെന്നൊക്കെ. അതിന്റെ ഒരു ആദ്യ പടിയാണോ ഈ വേദിയിലെ ഐഷ പോറ്റിയുടെ സാന്നിധ്യം? തീർച്ചയായും ശ്രീജ, CPM നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു മുൻ MLA കൂടിയായ ഐഷ പോറ്റി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് താൻ വിട്ടുനിൽക്കുന്നതെന്ന വിശദീകരണമായിരുന്നു ഐഷ പോറ്റി നൽകിയിരുന്നത്. എന്നാൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ട് പോലും ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കാഞ്ഞത് വലിയ ചർച്ചയായി മാറിയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഐഷ പോറ്റിയെ കോൺഗ്രസ് പാർട്ടിയിൽ എത്തിക്കാൻ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയിരുന്നത്. കൊട്ടാരക്കര നഗരസഭ കോൺഗ്രസിന്റെ പ്രവർത്തന ക്യാമ്പയിനിൽ ഐഷ പോറ്റിയെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചതും ഇവർ കോൺഗ്രസിലേക്ക് എന്ന ചില സൂചനകൾ നൽകിയിരുന്നു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തിയേക്കാമെന്ന അഭ്യൂഹം പ്രചരിക്കുന്നതിനിടയിലാണ് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെയാണ് അനുസ്മരണ യോഗം നടക്കുന്നത്. വെള്ളിയാഴ്ച കലൈപുരം ആശ്രയ സംഘത്തിൽ കൊടുക്കുന്ന സുരേഷ് MP ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലാണ് അനുസ്മരണ പ്രഭാഷണം ഐഷ പോറ്റി നിർവഹിക്കുക എന്നുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യോഗത്തിൽ ചാണ്ടി ഉമ്മൻ MLAയും പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. തനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്നും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുമാണ് ഐഷ പോറ്റി മുൻ MLA ആയ ഐഷ പോറ്റിയുടെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റി മത്സരിക്കുമെന്ന പ്രചരണം നിലനിൽക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പരിപാടിയിൽ എത്തുന്നതോടെ ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം വീണ്ടും ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രീജ. ശരി, VV അരുൺ കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഐഷ പോറ്റി എന്ന MLAയെ നമുക്കറിയാം, കൊട്ടാരക്കരയിൽ 7 തവണ മത്സരിച്ച് ജയിച്ച ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചാണ് അവർ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. പിന്നീട് ഓരോ തവണയും തൻ്റെ വോട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരു നേതാവാണ്. അത്ര ശക്തയായ ഒരു നേതാവായിരുന്നു. പക്ഷെ പിന്നീട് പാർട്ടിയുമായി ഒരു അകൽച്ച ഉണ്ടാവുന്നു, മാനസികമായി അകലുന്നു, പാർട്ടി വേദികളിൽ കാണാതെയാവുന്നു. അങ്ങനെ പോയൊരു നേതാവിനെ സ്വാഭാവികമായും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കിട്ടുന്നത് വളരെ അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുള്ള ഈ ഓപ്പറേഷൻസ് എത്ര കാര്യമായി നടക്കുന്നുണ്ട്? ഈ പാർട്ടി വേദിയിലെ സാന്നിധ്യം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിന്റെ മുന്നോടിയാണോ? ശ്രീജ, ഐഷ പോറ്റി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാലും അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാലും കോൺഗ്രസിന് വലിയ നേട്ടമാണ്. ചെറുതല്ലാത്ത ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഐഷ പോറ്റി. അവർക്ക് വിപുലമായ വ്യക്തിബന്ധം ആ മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാം 3 തവണ MLA ആയിരുന്നതാണ്. രണ്ടാം ടൈമിൽ വലിയ ഭൂരിപക്ഷത്തിൽ ആദ്യം ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് വരുന്നു, പിന്നീട് വലിയ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് രണ്ടാം ടൈമിലും അവർ MLA ആകുന്നു. പക്ഷേ 3-ാം ടൈമിലേക്ക് CPM അവിടെ രാജഗോപാലിനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. 2 ടൈം ഐഷ പോറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം വരുത്താൻ CPM ആലോചിച്ചു. അന്ന് അവർ വലിയ എതിർപ്പും പ്രതിഷേധവും ഒക്കെ അറിയിച്ച് പാർട്ടിക്കുള്ളിൽ അറിയിച്ചാണ് അവർ വീണ്ടും സീറ്റ് തരപ്പെടുത്തിയത്. അങ്ങനെ 3-ാം ടൈമും അവർ 2016 മത്സരിക്കുന്നു. പക്ഷേ ഈ 2016 കഴിയുമ്പോൾ ഈ ടൈം നിബന്ധന CPM കർക്കശമാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ 2 ടൈം മത്സരിച്ചവരൊക്കെ മാറി നിൽക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ഐഷ പോറ്റിക്കും മാറേണ്ടി വന്നു. പക്ഷേ അവർ പൂർണ്ണ തൃപ്തിയോടെ അല്ല അവർ MLA സ്ഥാനത്ത് അല്ലെങ്കിൽ മത്സര രംഗത്ത് നിന്ന് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പല പദവികൾ അവർ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അവരെ ദേവസ്വം ബോർഡിലേക്ക് പരിഗണിക്കും, ദേവസ്വം ബോർഡ് അംഗമായി പരിഗണിക്കുമെന്ന പ്രതീക്ഷയൊക്കെ അവർക്കുണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്കും അവരുടെ പേര് തുടക്കത്തിൽ പറഞ്ഞു കേട്ടതാണ്. അങ്ങനെ പല പദവികൾ അവരെ പരിഗണിച്ചെങ്കിലും അവർ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് ഒന്നും നൽകാൻ CPMന് കഴിഞ്ഞില്ല. ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ട്രഷറർ എന്നൊരു സംഘടനാ പദവി മാത്രമാണ് അവർക്ക് നൽകിയത്. CPMൻ്റെ ജില്ലാ കമ്മിറ്റിയിലും അംഗമായിരുന്നു. കഴിഞ്ഞ തവണ ജില്ലാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തില്ല. കൊല്ലം ജില്ലാ സഭയിൽ പങ്കെടുക്കാതിരുന്ന അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കി. പിന്നീട് കുറച്ചു നാൾക്ക് ശേഷം അവരെ ഏരിയ കമ്മിറ്റി, കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി ഉൾപ്പെടുത്തി. ഇപ്പോൾ നിലവിൽ അവർ CPMൻ്റെ കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗമാണ്, ലോയേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന നേതാവുമാണ്. പക്ഷേ ഈ 2 പദവികളിലും 2 ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കുന്നില്ല എന്നുള്ള വസ്തുത. പാർട്ടി യോഗങ്ങളിലോ പാർട്ടി പരിപാടികളിലോ അവർ പങ്കെടുക്കുന്നില്ല. പൂർണ്ണമായും CPMൽ അകന്നു നിൽക്കുകയാണ് ഐഷ പോറ്റി. അവർ നേരത്തെ BJPയിലേക്ക് പോയേക്കും. ഐഷ പോറ്റിയെ BJP അവരുടെ പാളയത്തിലെത്തിക്കാൻ ശ്രമം നടത്തുമെന്ന് വലിയ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ചില ചർച്ചകളൊക്കെ ആ തരത്തിൽ നടന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസിലേക്കാണ് അവർ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഒരു ഔദ്യോഗികമായി അവർ ഇതുവരെയും കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ CPMുമായി അവർ സഹകരിക്കാൻ തയ്യാറല്ല, CPMുമായി അവർ മുന്നോട്ട് പോകാൻ തയ്യാറല്ല. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് തന്നെ അവർ പോയേക്കാം. അവർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ MLA ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്
രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന കാര്യം വ്യക്തതയില്ല. പക്ഷേ കോൺഗ്രസിന് അവരെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, കോൺഗ്രസിൽ അവർ വരികയും കൊട്ടാരക്കരയെ മത്സരിപ്പിക്കുകയും ചെയ്താൽ വലിയ നേട്ടമായി കോൺഗ്രസിന് അത് ഉയർത്തിക്കാട്ടാൻ കഴിയും. വലിയ പ്രതീക്ഷയോടെ കോൺഗ്രസിന് കൊട്ടാരക്കര പോലെ CPM വലിയ സ്വാധീനമുള്ള ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം CPM ആ രീതിയിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കിയ മണ്ഡലത്തിൽ ബാലകൃഷ്ണപിള്ളയുടെ വോട്ടുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ അത്തരത്തിലൊരു ഈ പാർട്ടി ബന്ധത്തിനപ്പുറത്തേക്ക് വിപുലമായ വ്യക്തിബന്ധമുള്ള ഒരു നേതാവിനെ ഐഷാ പോറ്റിയെ പോലെ ഒരു മുഖത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ ഊർജ്ജം നൽകുമെന്ന് കൊല്ലം ജില്ല വളരെ പ്രതീക്ഷയോടെ കോൺഗ്രസ് അടുത്ത തവണ കാണുന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ ഐഷാ പോറ്റിയെ കൊട്ടാരക്കര അവരുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് സമാനതകളില്ലാത്ത ഒരു നേട്ടമായി തന്നെ അവർ കാണും. വലിയ പ്രതീക്ഷ അവർക്ക് ഉണ്ടാകും. കാരണം ഈ പാർട്ടി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് എപ്പോഴും വ്യക്തിബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു MLA ആയിരുന്നു ഐഷാ പോറ്റി. മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന ഒരു MLA, ജനങ്ങളുടെ വളരെ വ്യക്തിപരമായ വിഷയങ്ങളിൽ പോലും കൃത്യമായി ഇടപെട്ടുന്ന ഒരു MLA എന്ന് CP നേതാക്കൾ പോലും അവരെപ്പറ്റി പറയുന്നുണ്ട്. ആ ഒരു നേതാവിനെ കോൺഗ്രസിന് ലഭിച്ചാൽ അത് CPM ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല. KN ബാലഗോപാലിന്റെ CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ധനമന്ത്രിയുടെ മണ്ഡലമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പോലും അത്ര അനായാസം CPM ഇനി ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ കൊട്ടാരക്കര ഐഷാ പോറ്റിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ CPM അത്ര പെട്ടെന്ന് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണവശാലും അവർ കൊട്ടാരക്കര ഉൾപ്പെടുത്തില്ല. കൊട്ടാരക്കര വെല്ലുവിളി നിറഞ്ഞ മണ്ഡലമായി CPM മാറുമെന്ന് ഉറപ്പാണ്. ഐഷാ പോറ്റി അത്രയധികം ജനസ്വാധീനമുള്ള നേതാവാണ് കൊട്ടാരക്കരയിൽ നിന്ന് CPM നേതാക്കൾ പോലും രഹസ്യമായി ഇപ്പോഴും സമ്മതിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരുപക്ഷെ എല്ലാ സർക്കാരുകളിലും ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിലും ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക ധനവകുപ്പാണ്. സ്വാഭാവികമായി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് ധനവകുപ്പിന്റെ മുകളിലേക്കാണ് ചെല്ലുക. അത് നമ്മൾ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ കണ്ടതാണ് അരുൺ. അങ്ങനെയെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഐഷാ പോറ്റി വന്നാൽ അരുൺ സൂചിപ്പിച്ചു വെച്ചതുപോലെ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും CPM ഒരുപോലെയും. കാരണം അവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഐഷാ പോറ്റി എന്ന ജനകീയ മുഖത്തിലൂടെയാണ് ആ മണ്ഡലം തിരിച്ചു പിടിച്ചത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വീണ്ടും അത് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം തന്നെ മുൻകൂട്ടി കാണുന്നില്ലേ CPM? അവർ മാറി നിന്ന അത്രയും നാൾ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2024 ഒക്ടോബറിലൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചത് ഇനി പാർട്ടി വേദികളിലേക്കില്ല, ഈ CPM രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പലപ്പോഴും അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അതൃപ്തി, എന്തായിരുന്നു സംഭവിച്ചതെന്ന അതൃപ്തിയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ആയാൽ ഒരുപക്ഷെ CPM ഒരു വലിയ തിരിച്ചടി വന്നേക്കാം. തീർച്ചയായിട്ടും CPM സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ശക്തമായ രാഷ്ട്രീയ വോട്ടുകളുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ബാലകൃഷ്ണപിള്ള എന്ന നേതാവ് അത് രാഷ്ട്രീയത്തിനപ്പുറത്തായി സൂചിപ്പിച്ച പോലെ വ്യക്തിബന്ധങ്ങളും കൊട്ടാരക്കരയുടെ മുഖമായി തന്നെ നേതാവായിരുന്നു ബാലകൃഷ്ണപിള്ളയും CPM തമ്മിലായിരുന്നു അവിടെ മത്സരം. പക്ഷേ ബാലകൃഷ്ണപിള്ളയെ തന്നെ പരാജയപ്പെടുത്തി വരിക എന്ന് 2006 അത് അത്ര ചെറുതല്ലാത്തൊരു നേട്ടമാണ്. ബാലകൃഷ്ണപിള്ളയെ അവർ അതിനു മുമ്പ് അവിടെ തദ്ദേശ സ്ഥാപന അധ്യക്ഷയൊക്കെ ആയിരുന്നു. അങ്ങനെ ബാലകൃഷ്ണപിള്ളയെ തന്നെ പരാജയപ്പെടുത്തി വന്നു എന്നുള്ളതാണ് ഐഷാ പോറ്റിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പിന്നീട് അവർ അവിടെ ആ സ്വാധീനം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. സാധാരണഗതിയിൽ വന്ന ശേഷം ചില MLA-മാരെയൊക്കെ ജനങ്ങൾ ആ രീതിയിൽ വലിയ സ്വാധീനമുണ്ടെങ്കിൽ പോലും, സംഘടനയ്ക്ക് സ്വാധീനമുണ്ടെങ്കിൽ പോലും MLA-യോട് അത്രയധികം പ്രതിപത്തി ജനങ്ങൾ കാണിച്ചു. പക്ഷേ ഐഷാ പോറ്റിയുടെ അങ്ങനെയല്ല. പാർട്ടിക്കുള്ള സ്വാധീനം വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ MLA വലിയ സ്വീകാര്യമായിരുന്നു. ആ MLA ആണ് 3 ടേബിൾക്ക് ശേഷം മാറി നിൽക്കേണ്ടി വരുന്നത്. സ്വാഭാവികമായി CPM സംഘടനാ തീരുമാനമായിരുന്നു അത്. പക്ഷേ അവരെ പിന്നീട് കൂടെ ചേർക്കാൻ, പിന്നീട് അവർക്ക് സ്വാഭാവികം മറ്റു പദവികൾ അവർ ആഗ്രഹിച്ചിരുന്നു. അതിലെത്രത്തോളം ധാർമ്മികത ഉണ്ടോ എന്നുള്ളതൊക്കെ മറ്റു കാര്യമാണ്. 3 തവണ MLA ഒരാൾ വീണ്ടും ഒരു പദവി ആഗ്രഹിക്കുക, CPM ഒരു പാർട്ടിയിൽ അത് ആവശ്യപ്പെടുക, അതൊക്കെ അത്ര സാധാരണമല്ല ഉള്ള കാര്യമല്ലെങ്കിൽ പോലും അവർ അത് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരെ പദവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ CPM നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അതാണ് കൊല്ലം ജില്ലയിലെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇത്തരത്തിൽ CPM-മായി നിസ്സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ CPM വിട്ടു പോകുമെന്ന ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത്. ഒരു തരത്തിലും പാർട്ടിയുമായി ബന്ധമില്ലാതെ അവർ തന്നെ പറയുമ്പോൾ എത്രത്തോളം അകൽച്ചയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു നേതാവ് കോൺഗ്രസിൽ വന്നാൽ, കോൺഗ്രസിനും സാമാന്യം നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കൊട്ടാരക്കര. ആ കോൺഗ്രസിന്റെ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഐഷാ പോറ്റിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ കൂടി വന്നാൽ ഒരുപക്ഷെ അവിടെ ബാലഗോപാൽ മത്സരിച്ചാൽ പോലും CPM അത്ര ചെറുതല്ലാത്ത വെല്ലുവിളി ഉണ്ടാകേണ്ടി വരും. നേരത്തെ ഐഷാ പോറ്റി BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ അവിടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ നേതാക്കൾ മത്സരിക്കുന്നതിന് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ബാലഗോപാൽ പക്ഷേ കൊല്ലത്തേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പഴകുളം മധു, കൊട്ടാരക്കരയിൽ നാളെ നടക്കുന്ന പരിപാടി, കൊട്ടാരക്കരയിൽ
കലയപുരത്ത് കൊട്ടാരക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കുന്നു. അത് സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിന്റെ മുന്നോടിയാണ് ഈ പരിപാടി എന്നാണ് രാഷ്ട്രീയമായി ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നവർ പറയുന്നത്. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നേതാക്കന്മാർക്ക് പങ്കെടുക്കാം. അതിനൊരു രാഷ്ട്രീയ പരിപാടിയായിട്ടല്ല ഞങ്ങൾ കാണുന്നതും ജനങ്ങൾ കാണുന്നതും. ശ്രീമതി ഐഷ പോറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് കൊട്ടാരക്കരയിലെ ഒരു നല്ല ഒന്നാം തരം ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അവർ CPM പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ CPM പാർട്ടി പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച് അവരുടെ സേവന കാലത്ത് നന്നായി ശോഭിച്ച ഒരു വ്യക്തിയാണ്. അവർ കോൺഗ്രസിലേക്ക് വരുന്നുണ്ടോ എന്ന് സംബന്ധിച്ച് അവരാണ് വ്യക്തമാക്കേണ്ടത്. അവരെ പോലെയുള്ള നല്ല വ്യക്തികൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒരു പരിപാടി അത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾക്കോ ചേരികൾക്കോ ഉള്ള ഒരു ചടങ്ങായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പോസ്റ്ററിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയും ചാണ്ടി ഉമ്മനെയും ഒപ്പം ഐഷ പോറ്റിയെയുമാണ്. അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനായ നേതാവിന്റെ അനുസ്മരണ ചടങ്ങിൽ ഐഷ പോറ്റിയെ പോലെ ഒരു 3 തവണ MLA ആയ ഒരു നേതാവ് പങ്കെടുക്കുന്നതിൽ അസ്വാഭാവികതയില്ല. പക്ഷേ ആ പോസ്റ്ററിൽ ഇവർ 3 പേരെയും മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് മുൻപ് അവർ വരികയാണെങ്കിൽ കൊള്ളാം എന്നൊരു നിലപാട് നിങ്ങൾ കോൺഗ്രസിൽ നിങ്ങൾക്കിടയിലുണ്ടോ? അല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിന് അപ്പുറം വായിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സുതാര്യമായി ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു അസംബ്ലി മണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ നടക്കുന്ന വികസന മുരടിപ്പും അവിടെ ജനങ്ങൾക്ക് താല്പര്യമുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിലും എല്ലാം പരാജയപ്പെട്ട ഒരു സംവിധാനമാണ് കൊട്ടാരക്കരയുള്ളത്. അപ്പൊ ഞങ്ങൾക്കവിടെ നന്നായി ജയിച്ചു വരാൻ കഴിയും. അപ്പൊ അത്തരം ഒരു നെസസിറ്റി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയില്ല. കൊല്ലം ജില്ലയിൽ തന്നെ പൊതുവായി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഐഷ പോറ്റിയെ പോലെയുള്ള ഒരു നല്ല വ്യക്തിത്വം കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. പക്ഷെ ഒഫീഷ്യലായി ഞങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല. അത്തരം ചർച്ചകൾ പാർട്ടിക്ക് നടന്നിട്ടില്ല. ഞാൻ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്നുള്ളതിനാണല്ലോ താങ്കൾ എന്നെ ഈ ചർച്ചയിലേക്ക് വിളിക്കാൻ കാരണം. അപ്പൊ തീർച്ചയായിട്ടും കൊല്ലം ജില്ലയിൽ സംഘടനാപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അത്തരം ഒരു ചർച്ചയോ ഒരു 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 പിന്നെ എന്താണ് ഒരു നടന്നിട്ടില്ല. പക്ഷേ ഇത് അന്തരീക്ഷത്തിൽ കുറച്ചധികം കാലമായിട്ടുണ്ടല്ലോ ശ്രീ പഴകുളം മധു. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നേക്കുമെന്നൊരു വാർത്ത കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു ചർച്ച? അവർ BJP-യിലേക്ക് പോയേക്കുമെന്ന് കുറച്ച് നാൾ കേട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് അവർ കോൺഗ്രസിലേക്ക് വരാൻ തന്നെ ആലോചിക്കുന്നു, അവർ വന്നേക്കും എന്നൊരു അഭ്യൂഹം ഇങ്ങനെ പരന്ന് നടക്കുന്നുണ്ട്. അതെവിടെ നിന്ന് വരുന്നതാണ്? ഐഷ പോറ്റിയെ പോലെയുള്ള വ്യക്തികൾക്ക് അധികകാലം കോൺഗ്രസിൽ പുറത്തു നിൽക്കാൻ കഴിയില്ല. അവർക്ക് CPM-ൽ തുടരാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ CPM-ന്റെ ശൈലിയും അവരുടെ ഭരണത്തിന്റെ രീതിയും എല്ലാം ഇവരെ പോലുള്ള വ്യക്തിത്വങ്ങളെ വല്ലാതെ മടുപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഐഷ പോറ്റിയുടെ സമീപകാലത്തെ പ്രവർത്തനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം വ്യക്തികൾക്ക് ഈ സമൂഹത്തിൽ നല്ലത് ചെയ്യണം, സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും CPM-ൽ അധികകാലം നിൽക്കാൻ കഴിയില്ല. കാരണം കൊല്ലത്തെ അവരുടെ ശൈലി എന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായ ശൈലിയാണ്. കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പോലെ അടിച്ചമർത്തലും ഒതുക്കലുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലയിലെ ശൈലി. ഐഷ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയെ വല്ലാതെ അവർ കുറെ നാളുകളായി പീഡിപ്പിക്കുകയാണ്, അവർ വേട്ടയാടുകയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഐഷ പോറ്റിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരാ താല്പര്യം പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ DCC-ആണ്. ഐഷ പോറ്റിയെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം വരുമ്പോൾ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സമുന്നത നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചാണ് അത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആസ് ഓൺ ടുഡേ ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ഒരു സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതും അവരുടെ പോസ്റ്റർ വെക്കുന്നതും സംബന്ധിച്ച് യാതൊരു ദുരൂഹതയുമില്ല. പിന്നെ പോസ്റ്റർ അടിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് അവര്. അതുകൊണ്ട് അവരുടെ പോസ്റ്റർ വെച്ചു എന്നേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിൽ അവരെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം തീരുമാനിക്കുകയും ചെയ്തതിൽ അതിനപ്പുറം എഴുതാപ്പുറം വായിക്കേണ്ട കാര്യം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനുസ്മരണ പ്രഭാഷണമാണ് അവർ നടത്തുന്നത്. അതത്ര ചെറിയ കാര്യമല്ല. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്ന, ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന, 3 തവണ MLA ആയിരുന്ന ഒരാൾ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ചർച്ചയാവുമല്ലോ.
ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ക്ഷണിച്ചത്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ചടങ്ങെന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ആളാണ് പിണറായി വിജയൻ. അപ്പൊ അതൊക്കെ ഒരു എന്താണ്, ഉമ്മൻചാണ്ടിയെ പോലുള്ള സമുന്നതനായ ഒരു നേതാവിന്റെ മരണശേഷം നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഐഷ പോറ്റിക്ക് അത്തരം താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൂചന മുൻപോട്ട് താല്പര്യം പ്രകടിപ്പിച്ചത് അതോ കോൺഗ്രസ് അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു? ഇല്ല, അത്തരം രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. എന്നാൽ ഐഷ പോറ്റിയെ പോലെയുള്ളൊരു ഒരു മഹത് വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ഞങ്ങൾ സസന്തോഷം അവരെ സ്വീകരിക്കും. അവർ നല്ലൊരു വ്യക്തിത്വമാണ്. അവർ നാടിന് ഗുണം ചെയ്യാൻ ഉപകരിക്കപ്പെടാൻ കൊള്ളാവുന്ന ഒരാളാണ്. എന്നാൽ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജയിക്കാൻ ആ മറ്റൊരു ഘടകത്തെ കൂടി ചേർക്കണം എന്നുള്ള വാദത്തെ ഞങ്ങൾ ഒന്നും അംഗീകരിക്കുന്നില്ല. കൊട്ടാരക്കരയിൽ ഇപ്പോൾ തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പഴകുളം മധു. ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തുന്നു. അതിനപ്പുറത്തേക്ക് അത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ വേദിയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വായിക്കേണ്ട എന്നാണ് KPCC ജനറൽ സെക്രട്ടറിയായ ശ്രീ പഴകുളം മധു പറയുന്നത്. അദ്ദേഹം കൊല്ലത്തിന്റെ ചുമതലയുള്ള നേതാവാണ്. പക്ഷേ ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കൊടിക്കുന്നിൽ സുരേഷിനും ചാണ്ടിയും ഉമ്മനും ഒപ്പമുള്ളത് ഐഷ പോറ്റിയുടെ മുഖമാണ്. 3 തവണ കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയിട്ടുള്ള ഐഷ പോറ്റി അവർ കുറച്ചു കാലമായി അവർ പാർട്ടിയോട് അകന്നു നിൽക്കുകയാണ്. ഇപ്പോൾ അവർ ഒരു കോൺഗ്രസ് വേദിയിലൂടെയാണ് വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം എത്തുന്നത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, പഴകുളം മധു പറയുന്നതനുസരിച്ച് ഔപചാരികമായ അത്തരം ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഐഷ പോറ്റിയെ പോലൊരു ജനകീയായ നേതാവ് പാർട്ടിയിലേക്ക് എത്തുന്നത് ഉണ്ടാക്കുന്ന മൈലേജ് ചെറുതല്ല. ഉറപ്പായും അവർക്കതൊരു വലിയ രീതിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാൽ 10,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 42,000-ത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ നിന്ന് ഐഷ പോറ്റി ജയിച്ചു വന്നത് എന്നത് കൂടി, ആ കണക്കുകൾ കൂടി നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഔപചാരികതയ്ക്ക് അപ്പുറത്തേക്ക് ആശയവിനിമയം നടന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും പഴകുളം മധു പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കണമെന്ന താല്പര്യം കോൺഗ്രസിനോട് ഐഷ പോറ്റി അറിയിച്ചു എന്നുള്ളതാണ്. അതൊരു തീർത്തും അസ്വാഭാവികം തന്നെയാണ്. സാധാരണഗതിയിൽ കൂടി അദ്ദേഹം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അവർ മറ്റു വഴികൾ നോക്കുന്നു, മറ്റ് വാതിലുകൾ തുറക്കാൻ കാത്തിരിക്കുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉമ്മൻചാണ്ടിയുമായും ഒരുപക്ഷെ വ്യക്തിബന്ധം ഐഷ പോറ്റിക്ക് ഉണ്ടാകും. കാരണം 2006-ൽ വരുമ്പോൾ 2006-ൽ ഐഷ പോറ്റി ആദ്യമായി നിയമസഭയിലേക്ക് വരുമ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷത്തെ പ്രധാന നേതാവായിരുന്നു. 2011-ൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2016-ൽ വീണ്ടും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഉമ്മൻചാണ്ടി വളരെ അടുത്ത് അറിഞ്ഞിട്ടുള്ള നേതാവ് കൂടിയായിരിക്കാം ഐഷ പോറ്റി. അതുകൊണ്ടാകാം ഒരുപക്ഷെ അവർ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചത്. പക്ഷേ അതൊരു വെറും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ആരാധനയോ മാത്രം കാണാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് CPM-ൽ നിന്ന് ഈ രീതിയിൽ അകന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം അങ്ങോട്ട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ഉണ്ടായിരിക്കണം. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാകാം അവരെ ആ പ്രാധാന്യത്തോടു കൂടി അവരെ പ്രധാന ചുമതല നൽകിയ പരിപാടിയിൽ അവരെ കൊണ്ടുവരുന്നത്. അവർക്ക് തുല്യം കൊടിക്കുന്ന് സുരേഷ് ഫ്ലക്സ് നമുക്ക് കാണാം. കൊടിക്കുന്ന് സുരേഷ് അടുത്തത് ഐഷ പോറ്റിയുടെ ഒരു മുഖമാണ്, അവരുടെ ഒരു ചിത്രമാണ് ഫ്ലക്സ് ബോർഡിൽ തന്നെ ഉള്ളത്. പിന്നീടാണ് ചാണ്ടി ഉമ്മൻ വരുന്നത്. അദ്ദേഹം ഇപ്പോഴും MLA ആണ്. അത്തരമൊരാൾ വരുന്നത്. ഏതായാലും ഐഷ പോറ്റി അത്രയധികം പ്രാധാന്യത്തോടുകൂടി ഒരു പരിപാടിയിലെങ്കിലും കോൺഗ്രസ് കാണുന്നു. അത് പരിപാടിയിൽ മാത്രമായി ഒതുങ്ങാൻ ഇടയില്ല. ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ശ്രമവും അവർ നടത്തുമെന്ന് ഉറപ്പാണ്. സ്വാഭാവികമായി ഒരുപക്ഷെ ഇത്തരം ചർച്ചകളൊക്കെ നേരത്തെ തുടങ്ങിയതായിരിക്കണം. അതിന് ഒടുവിലാകും ഒരു എൻട്രി എന്ന നിലയിൽ പറയാൻ ഏറ്റവും നല്ലൊരു ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചടങ്ങിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി സ്വീകാര്യത കിട്ടും. അതുതന്നെയാകാം അവർ ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് തന്നെയാകാം അത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത്. ഐഷ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം കൂടി ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു അരുൺ. അവർ പറയുന്നത് എനിക്കിപ്പോൾ CPM-മായി ബന്ധമൊന്നുമില്ലല്ലോ, പാർട്ടിയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തു പരിപാടിയിൽ വേണമെങ്കിൽ പങ്കെടുക്കാമല്ലോ എന്നാണ് പറയുന്നത്. അതായത് പാർട്ടിയുമായി
അകന്നു കഴിയുക എന്നതിനപ്പുറത്തേക്ക് എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല എന്ന് തന്നെ അവർ പ്രസ്താവിക്കുന്നു കൂടിയുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തത് അന്ന് ശ്രദ്ധേയമായിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് മറ്റ് റോളൊന്നും ഇല്ലാത്തപ്പോൾ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമായി വരേണ്ട കാര്യമില്ലല്ലോ എന്നാണ്. ഇപ്പോൾ അവർ അത് അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതും അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അരുണിലേക്ക് മടങ്ങിയെത്താം. കൊട്ടാരക്കര മുൻ MLA, CPM-ന്റെ മുൻ MLA ഐഷ പോറ്റി 3 തവണ MLA ആയ വ്യക്തിയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി CPM-മായി അകന്ന് നിൽക്കുന്ന ഐഷ പോറ്റി കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുകയാണ്. കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കലയപുരത്ത് സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിലാണ് ഐഷ പോറ്റി പങ്കെടുക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഐഷ പോറ്റിയാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിലേക്ക് ഐഷ പോറ്റി വന്നേക്കും എന്നൊരു അഭ്യൂഹം നിലനിൽക്കെ ഈ പരിപാടിയിലെ സാന്നിധ്യം രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായൊരു നീക്കമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നിരന്തരം കൊണ്ടുവരുന്ന വാർത്ത, അത് ധർമ്മശാലയിൽ നിന്നുള്ള വാർത്തകളാണ്. ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിനും പുല്ലുവില. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് ഇതുവരെയും സുരക്ഷയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഈ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ നൽകേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആ ഉത്തരവാദിത്തം നടക്കുന്നില്ല എന്നത് പോട്ടെ, ഒരു വെളിപ്പെടുത്തൽ നടത്തി കോടതി അക്കാര്യത്തിൽ ശക്തമായൊരു നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെയും അനങ്ങാത്ത പോലീസ് അതിന് എന്ത് വിശദീകരണമാണ് പറയുന്നത്? ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അഭിഭാഷകർ ആലോചിക്കുന്നില്ലേ? തീർച്ചയായും ഈ വിഷയം കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണ് അഭിഭാഷകർ ഇപ്പോൾ ആലോചിക്കുന്നത്. അത് ഇന്ന് തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നാടകീയമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നതെന്ന് പറയേണ്ടി വരും ശ്രീജ. എന്നാൽ ഈ കേസിലെ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. അദ്ദേഹത്തിന് ഈ തെളിവും അതുപോലെ തന്നെ മൊഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ മുന്നിൽ ബോധിപ്പിക്കുമ്പോൾ, രഹസ്യമൊഴി നൽകുമ്പോൾ അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത് തനിക്കും തന്റെ കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണം, താൻ എല്ലാം തുറന്നു പറയാമെന്നാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ രഹസ്യമൊഴിയായി നൽകുന്നത്. പക്ഷേ ഇപ്പോഴും ഇദ്ദേഹത്തിന് ഒരു സുരക്ഷയും പോലീസ് ഒരുക്കി കൊടുത്തിട്ടില്ല. ഇതിൽ പോലീസ് പറയുന്നത് ഇദ്ദേഹത്തെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിചിത്ര വാദമാണ് ജില്ലാ SP K അരുൺ ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ പരിശോധന കുഴിച്ചെടുത്തുള്ള പരിശോധന നടത്തുമെന്ന് പറഞ്ഞെടുത്ത് ശുചീകരണ തൊഴിലാളി എത്തിയിരുന്നു. 3 മണിയോടുകൂടി അദ്ദേഹം അഭിഭാഷകർക്കൊപ്പം അവിടെ എത്തിയിരുന്നു. ആ ഒരു വ്യക്തിയെയാണ് തങ്ങൾക്ക് എവിടെയുണ്ടെന്ന് അറിയില്ല എന്ന് പോലീസ് വിചിത്രവാദം പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ നാടകീയമായ സംഭവം തുടരുകയാണ്. ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യങ്ങളുള്ളത്. അപ്പോഴും പോലീസ് നൽകിയ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കുഴിച്ചെടുത്തുള്ള പരിശോധന തങ്ങൾ നടത്തും, ഉടനെ തന്നെ നടത്തും. അത് കേസിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായ ഘട്ടത്തിൽ, ആവശ്യമായ ഘട്ടത്തിൽ അത്തരം നടപടികളിൽ കടക്കുമെന്ന് തന്നെ ആ വാർത്താക്കുറിപ്പിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ അനന്യ ഭട്ടിന്റെ കേസുമായി 2003 കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൊരു FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ ധർമ്മസ്ഥല പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സുജാത ഭട്ട് കഴിഞ്ഞ ദിവസമാണ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയത്. പരാതി പോലീസ് സ്വീകരിക്കുന്നു, അന്വേഷണം ആരംഭിച്ചെന്ന് ഇവർക്ക് മറുപടി നൽകുന്നു. ഈ അമ്മ പറയുന്നത് പ്രധാനമായും തന്റെ മകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് തന്റെ മകളുടെ മൃതദേഹം ഉണ്ടാകും, അതിൽ നിന്നൊരു അസ്ഥിയെങ്കിലും തനിക്ക് എടുത്തു തരൂ അന്ത്യകർമ്മം ചെയ്യാൻ എന്ന ആ അമ്മ ആ പരാതിയിൽ അത്രത്തോളം സങ്കടകരമായ ഒരു കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ആ അമ്മയുടെ ഒരു വാർത്താക്കുറിപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ ആ സ്ഥലം കുഴിച്ചെടുക്കണം, ഈ പ്രദേശങ്ങൾ കുഴിച്ച് പരിശോധന നടത്തണം, അവിടെ തന്റെ മകളുടെ മൃതദേഹം അവശേഷം അവിടെ ഉണ്ട് എന്ന് ആ അമ്മ വിശ്വസിക്കുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ നിർണായകമായ തെളിവുകൾ ലഭിക്കേണ്ട ഒരു കേസിൽ വലിയ തോതിലുള്ള കൂട്ടക്കൊലപാതകം നടന്ന ഒരു സ്ഥലം, ആ സ്ഥലമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ സാക്ഷിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് എന്നേക്കുമായി ഇല്ലാതാകും. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരവസ്ഥ വരും. അതുതന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും
ഭയക്കുന്നത് ഈ കേസ് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമം ഇപ്പോഴും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഈ സംഘങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഇത് മാറുകയാണ്. എന്തായാലും പോലീസിൽ നിന്നും ലഭിക്കുന്ന ഔദ്യോഗികമായുള്ള വിവരം ഇതാണ്. സാക്ഷിയെ തങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, സാക്ഷി എവിടെയാണെന്ന് അറിയില്ല എന്നൊരു വിചിത്രവാദം അവർ പറയുന്നു. അപ്പോഴും ഈ പ്രദേശം കുഴിച്ചെടുക്കാനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആവശ്യമായ ഘട്ടങ്ങളിൽ അത്തരം നടപടികളിലേക്ക് അടക്കും. സങ്കീർണമായ ഒരു നടപടിയാണ് അതെന്നാണ് പോലീസ് പറയുന്നത്. ഏത് നിമിഷവും പോലീസ് അത്തരം നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും ആ സ്ഥലത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തിയാൽ മാത്രമേ കൂടുതൽ സത്യങ്ങൾ പുറത്തേക്ക് വരൂ. ഒരുപാട് ജീവിച്ചിരിക്കുന്നവർ അവരുടെ മക്കൾ ആ മണ്ണിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ DNA ഉൾപ്പെടെയുള്ള പരിശോധന അത്ര ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ പറ്റുന്ന ഈ കേസിന്റെ നിർണായക വഴിത്തിരിവ് അയക്കാവുന്ന ഒരു കാര്യമാണിത്. ആ കാര്യത്തിൽ അടിയന്തരമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഏതായാലും അഭിഭാഷകർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. പോലീസ് സംരക്ഷണം ഒരാഴ്ചയായിട്ടും പോലീസ് സംരക്ഷണം നൽകിയിട്ടില്ല. ഈ ശുചീകരണ തൊഴിലാളിക്ക് ഏത് സമയത്തും അപകടം സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സുരക്ഷ ഒരുക്കണം അദ്ദേഹത്തിന്. മാത്രമല്ല കോടതി വിശദമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ സ്ഥലം കുറിച്ച് പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങൾ ഇല്ലാത്തതും അതും ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഏതായാലും കോടതിയെ ലക്ഷ്യം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് കൃത്യമായി പോലീസിന്റെ മറുപടി വന്നതോടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു സുരക്ഷയും ഇതുവരെ ഈ സമയം വരെ ഈ ശുചീകരണ തൊഴിലാളിക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അഭിഭാഷകർ ഇന്ന് ഈ കോടതിയെ ഈ കാര്യം ധരിപ്പിക്കും. എന്താണ് കോടതി പറയുന്നത് അത് ഏറ്റവും നിർണായകമായിരിക്കും. അതുമാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കാനും അഭിഭാഷകർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംരക്ഷണമാണ് ഈ ശുചീകരണ തൊഴിലാളി ആവശ്യപ്പെട്ടിരുന്നത്. കോടതിയിൽ നിന്നും അതിനുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ? ഈ 2018 വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം ഇങ്ങനെ ജീവന ഭീഷണിയുള്ള തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ നൽകേണ്ടത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും എന്താണ് പോലീസ് അതിൽ പറയുന്നത്? ഇവർ ഈ എന്തുകൊണ്ട് സുരക്ഷ നൽകുന്നില്ല എന്നതിനൊരു വിശദീകരണം ഉണ്ടോ? ശ്രീജ, ഈ കാര്യത്തിൽ ആദ്യം ഈ ശുചീകരണ തൊഴിലാളി ഒരു പരാതിയാണ് നൽകുന്നത്. എഴുതി കൊണ്ടുള്ള ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു. പക്ഷേ ഒരു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുന്നു. കോടതിയിൽ പ്രധാനമായും ഇദ്ദേഹം പറഞ്ഞത് തനിക്കും തന്റെ കുടുംബത്തിനും ഇത്തരത്തിൽ സംരക്ഷണം നൽകണം. തനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതെല്ലാം താൻ പറയാം. ഇതാരാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്ന് പോലും തനിക്കറിയാം. തന്നെ ഇത്തരത്തിൽ ഈ 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ നിർദ്ദേശം നൽകിയത് തന്നെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ചെയ്യിപ്പിച്ചത് ആരെന്നൊക്കെ തനിക്കറിയാം. പക്ഷേ പോലീസ് സംരക്ഷണം വേണമെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ കണ്ണ് മാത്രം ബാക്കി വെച്ച് മുഴുവൻ ഒരു കാരണവശാലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. പോലീസ് ആ ജാഗ്രത എന്തുകൊണ്ട് പിന്നീട് ഈ കോടതി നിർദ്ദേശം നൽകിയിട്ടും ഇത്തരത്തിൽ സംരക്ഷണം നൽകാതെ അദ്ദേഹത്തെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തതെന്നാണ് ഏറ്റവും അത്ഭുതം. ഇതിൽ പോലീസ് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാക്ഷിയെ എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ടാണ് പോലീസ് സംരക്ഷണം നൽകാൻ കഴിയാത്തതെന്നാണ് വിചിത്രവാദമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്നലെ വെള്ളക്കാറിൽ വന്ന് നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്ത് ഈ കുഴിച്ചിട്ടെന്ന് പറയുന്ന പ്രദേശത്ത് വെള്ളക്കാറിനകത്ത് ഇരിക്കുന്നത് ഈ സാക്ഷിയാണ്. ഈ സാക്ഷി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ പരിസരത്തൊക്കെ നമുക്ക് ആ കാറിന് സമീപത്തായി കാണാം. 1 മണിക്കൂറോളം അവിടെ കാത്തിരുന്നു. പോലീസ് വന്നില്ല, തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തെ എവിടെയാണെന്ന് അറിയില്ല എന്ന് പോലീസ് പറയുന്നതെന്നാണ് ഏറ്റവും വലിയ ചോദ്യമായി വരുന്നത്. ഏതെങ്കിലും ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു ദുരൂഹത ഇപ്പോഴും ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെ സംശയിക്കപ്പെടുന്നു. അവിടുത്തെ ഒറ്റ കേസ് പോലും ഇങ്ങനെ അന്വേഷിക്കപ്പെടാതെ അറിയപ്പെടാതെ പോകില്ലായിരുന്നു. സ്വാഭാവികമായും അക്കാര്യത്തിൽ പോലീസിന് മുകളിൽ പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്നത് നമ്മൾ നേരിട്ട് ഇവരിൽ നിന്നൊക്കെ ഇത് അനുഭവിച്ചവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുമാണ്, ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇന്ന് എന്തായാലും കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ തരത്തിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും ബൈജുവിലേക്ക് ആ സമയത്ത് മടങ്ങിയെത്താം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ധർമ്മസ്ഥലയിലെ വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ബൈജു നേരിട്ട് അവിടെ പോയി ഈ ആളുകളെ എല്ലാം കണ്ടതാണ്, അവരോട് സംസാരിച്ചതാണ്, ഈ സാക്ഷി ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് സംസാരിച്ചതാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത്ര കൃത്യതയോടെ ഈ വാർത്തകൾ നൽകുകയും ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, ഏറെ നാളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമായിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇപ്പോൾ ജാനകിക്കൊപ്പം ഇനീഷ്യലുമുണ്ട്. ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്.
ഇനി ഒരു അരമണിക്കൂർ തികച്ചില്ല, 10 മണിക്കാണ് ആദ്യ പ്രദർശനം. വിവരങ്ങളുമായി നവമി ദിനേശ് തൃശ്ശൂരിൽ നിന്ന്. നവമി, തൃശ്ശൂർ രാഗം തിയേറ്ററിൽ സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരുമൊക്കെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെയാണ് കാണുക എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്ര വലിയ വിവാദത്തിനൊക്കെ ശേഷം ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു പ്രതികരണം? കൂടുതൽ ആളുകളുണ്ടോ? വിവാദം ആ തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതെന്താണ് ഈ സംഭവം എന്ന് അറിയാൻ കൂടുതൽ ആളുകൾ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? നവമി, ഒറ്റ മിനിറ്റ്. നവമിയുടെ ഓഡിയോ ക്ലിയർ അല്ല, ചെണ്ടമേളത്തിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. സുരേഷ് ഗോപി ഫാൻസ് ഒക്കെ തയ്യാറായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്, കാണുന്നുണ്ട്. അവരുടെയൊക്കെ ആവേശം കാണാം. നവമിയുടെ ഓഡിയോ ഒന്ന് ശരിയാക്കിയ ശേഷം വരാം. എന്തായാലും മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തൊരു പുതിയ വിവാദമായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നത്. അത് ചിത്രത്തിലെ നായികയുടെ പേര് ജാനകി എന്നായതുകൊണ്ട് അത് ഹിന്ദു പുരാണ കഥാപാത്രമായ സീതയുടെ മറ്റൊരു പേരാണ്, അതിനൊരു ദൈവികതയുള്ള പേരാണ്. അതുകൊണ്ട് ആ പേര് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് അണിയറ പ്രവർത്തകരെ സെൻസർ ബോർഡിൽ നിന്ന് അറിയിക്കുന്നു. ഈ പേര് മാറ്റാതെ സിനിമ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ വലിയ പോരാട്ടങ്ങൾ നടന്നു, നിയമ പോരാട്ടങ്ങൾ നടന്നു. അതിനുശേഷമാണിപ്പോൾ റിലീസ് മാറ്റിവെച്ച സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തുന്നത്. നവമി, ഓഡിയോ ശരിയായെന്ന് ഞാൻ കരുതുന്നു. അവിടെ ചേച്ചിമാരൊക്കെ വലിയ ആവേശത്തിൽ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഫാൻസ് എന്ന് പറയുന്ന ഈ പകുതി സ്ത്രീകളാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. ആ ഒരു ആവേശം അവിടുത്തെ എത്തിയവരിലൊക്കെ കാണാനുണ്ട് അല്ലേ? തീർച്ചയായും ശ്രീജ, ഇവിടെ എത്തി നമ്മൾ ഓരോരുത്തരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സുരേഷ് ഗോപിയുടെ ചിത്രം എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് കാണാതിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വിവാദമായതെന്ന് അറിയണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ടീം പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ കുറച്ച് കുട്ടികളും അവരുടെ അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താ പേര്? എന്തുണ്ട്, സിനിമ കാണാൻ ഇഷ്ടമാണോ? ആണോ? സുരേഷ് ഗോപി ഫാനാണോ? അതുകൊണ്ടാണോ ആദ്യം വന്ന് കാണുന്നത്? ആണ്. വലിയ ഡാൻസ് ഒക്കെ ആയിരുന്നല്ലോ. ആണോ? സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. സംസാരിക്കാൻ പറ്റുമെന്ന് കരുതുന്നോ? ഉണ്ടല്ലേ. എന്താ പേര് മോളുടെ? പാട്ട് പാടോ? ഇല്ല, പാട്ട് പാടില്ല. ഇല്ല. സുരേഷ് ഗോപി കാണാൻ കാത്തിരിക്കണോ? സിനിമ കാണാനൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. നമുക്കിതിൻ്റെ ഓർഗനൈസേഷൻ്റെ ആളുകൾ തന്നെയാണ്, അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഈ ഒരു കുട്ടികളെ കൊണ്ട് എല്ലാ തവണയും സിനിമയ്ക്കൊക്കെ വരാറുണ്ട്? എല്ലാ സിനിമയ്ക്കും വരും. ഞാനും എൻ്റെ 2 മക്കളുണ്ട്. രണ്ടുപേരും സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളിവിടെ കാണും. പിന്നെ സുരേഷ് ഗോപിയെ വെച്ചിട്ട് ഞങ്ങൾ ശിശുക്കുട്ടികളുടെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. 32 സ്കൂളുണ്ട് ഇവിടെ. പിന്നെ എസ്പെഷ്യലി പൂമ്പാറ്റ ടീം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പോകാത്ത കുറേ കുട്ടികളെ വെച്ചിട്ടാണ് അവർ പരിപാടികൾ എല്ലായിടത്തും ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്തായാലും പൂമ്പാറ്റ ടീം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു അവസരമാണ്. അതെ, അങ്ങനെ ഇതേ ഇപ്പോൾ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇത് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. ചേച്ചി നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ? പ്രവർത്തകരാണ്. സിനിമ പ്രവർത്തകർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. തീർച്ചയായിട്ടും. സിനിമ കുറച്ച് നീണ്ട വിവാദങ്ങളൊക്കെ വന്നപ്പോൾ വിഷമം ഉണ്ടായോ? വിഷമം ഉണ്ടായി വെച്ചാൽ ചെറിയ തോതിലൊക്കെ, പക്ഷെ എന്നാലും അറിയാം അതെന്തായാലും ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പിള്ളേര് സെറ്റ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഹായ്, പഠിക്കുകയാണോ നിങ്ങളൊക്കെ? ആണ്. സുരേഷ് ഗോപി ചിത്രം കാണാതിരിക്കുകയാണ്. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എവിടെ? തൃശ്ശൂരാണോ നിങ്ങളെല്ലാവരും? അങ്ങനെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആളുകളോട് ചോദിക്കാം എന്താണ് അവര്. ചേച്ചി, നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടിക്കറ്റ് കിട്ടി. പിന്നെ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങള്. സുരേഷ് ഗോപിക്കൊപ്പം ഇരുന്ന് കാണാന്നുള്ളത്. ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഈ വിവാദങ്ങളൊന്നും ഒരു തരത്തിലും ഇതിനെ ബാധിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്, അത് കാണേണ്ടത് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അത് തന്നെയാണ്.
എന്നാലും ശ്രീജ, ആ രീതിയിൽ തന്നെയാണ് ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. വിവാദങ്ങളൊന്നും ഈ സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. ഇനി എന്തായാലും ജാനകിയുടെ വിധി അത് പ്രേക്ഷകരുടെ കയ്യിലാണ്. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ചിത്രം ഇനി തിയേറ്ററിലേക്ക് എത്തുവാനും. ചേച്ചി വളരെ സന്തോഷത്തിലാണ്, ആകാംക്ഷയിലാണ് സിനിമ കാണാൻ. സുരേഷ് ഗോപി ഫാനാണ്. അതെ, സുരേഷ് ഗോപിയുടെ എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ നിന്ന് കാണാറുണ്ട്. തിയേറ്ററിലേക്ക് ഇല്ലെങ്കിലും ആളെ ആരാധിക്കുകയാണ് ഞാൻ. തൃശ്ശൂർക്കാർ തന്നെയാണ്. തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ സുരേഷ് ഗോപിയുടെ ആരാധികമാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയത്. പ്രത്യേകിച്ച് അമ്മമാര്, ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വിഭാഗം ആരാധകര് അമ്മമാര് തന്നെയാണ്. അവരിവിടെ തിയേറ്ററിൽ രാവിലെ നേരത്തെ തന്നെ എത്തി ഇതിന്റെ ആഘോഷത്തിലൊക്കെ പങ്കെടുത്ത് ഇനി സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ്. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംവിധായകനും സുരേഷ് ഗോപിയും ഒക്കെ ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അതിനുശേഷം 2.5 മണിക്കൂറാണ് സിനിമയുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ജാനകി, എങ്ങനെയാണ് ഈ സിനിമയുടെ വിവാദങ്ങൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിച്ചോ, അവർക്ക് എന്ത് തോന്നുന്നു സിനിമ കണ്ടപ്പോൾ കൂടുതൽ പ്രതികരണമൊക്കെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. എന്തായാലും വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. ഒരുപാട് വിവാദങ്ങളും കോടതിയും ഒക്കെ കയറി ജാനകി അവസാന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട ഈ കോടതി രംഗത്തിലാണ് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ. അപ്പോൾ ഈ കോടതിയിൽ തന്നെ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ ജാനകി എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ 6 ജാനകി എന്ന പേര് ഷൂട്ട് ചെയ്യുന്നത് ഇതൊന്നും തന്നെ പ്രേക്ഷകരെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ എത്തിയവരൊക്കെ പറയുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഏറെ ആകാംക്ഷയിലാണ്. പ്രത്യേകിച്ച് ചിത്രത്തിന്റെ സംവിധായകൻ, അദ്ദേഹം ഇതിന്റെ വിവാദം തുടങ്ങിയ സമയം മുതൽ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു വിഷമവും ഒക്കെ പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും അദ്ദേഹം തന്നെ ഇവിടേക്ക് എത്താൻ ഓഡിയോ ക്ലിയർ അല്ല. എന്തായാലും അവിടുത്തെ ആ വലിയ ആവേശത്തിനിടയിൽ ഓഡിയോ ക്ലിയർ അല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാം. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ കേസിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാനുള്ള കൗതുകത്തിനപ്പുറം എന്തൊക്കെയാണ് ആ സിനിമയിലുള്ളത്, എന്താണ് ഈ സിനിമയ്ക്ക് ഇത്രമാത്രം സെൻസർ ബോർഡ് അനുമതി നിഷേധിക്കാൻ മാത്രം എന്തായിരുന്നു പ്രശ്നം, ജാനകിയുടെ പേരിന് എന്താണ് കുഴപ്പം, ഇന്നൊക്കെ അറിയാനുള്ളൊരു കൗതുകം കൂടി ഉണ്ട്. ഒപ്പം തൃശ്ശൂർ നമുക്കറിയാം സുരേഷ് ഗോപിക്ക് വലിയ ആരാധകരുള്ള സ്ഥലമാണ്. ആ ആരാധനയാണ് പകുതി വോട്ടായിട്ട് പകുതിയെങ്കിലും മാറിയിട്ടുണ്ടാവുക. ആ പ്രിയപ്പെട്ടവരൊക്കെ, സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നവരൊക്കെ ഒന്നാകെ തിയേറ്ററുകളിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. ഈ നവമിയും ഞാനും ഇതേപോലെ ഒരു സിനിമയുടെ കാര്യം മുമ്പ് ചർച്ച ചെയ്തത് എമ്പുരാൻ സിനിമയുടെ സമയത്തായിരുന്നു. അന്ന് നവമി ഒരു പ്രത്യേക ഫാനിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അത് വലിയ വൈറലായി മാറിയിരുന്നു. പകുതി സിനിമ കണ്ട് പരീക്ഷയ്ക്ക് പോയി വൈകിട്ടത്തെ ഷോയ്ക്ക് ബാക്കി സിനിമ കാണാനെത്തിയ ആ പ്രേക്ഷകനെ പോലെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും നവമി. അവരെ കണ്ടുപിടിച്ച് വെക്കൂ. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം 15 മിനിറ്റിനകം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഒരു ജഡ്ജി നേരിട്ട് സിനിമ പോയി കണ്ട് സിനിമയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന തരത്തിലേക്കടക്കം വിവാദം എത്തിയ ഒരു സിനിമയാണ്. ആ സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ എത്തുന്നത്. സുരേഷ് ഗോപിയും മറ്റണിയറ പ്രവർത്തകരും തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് സിനിമ കാണുന്നത്. നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ അല്പസമയത്തിനകം വീണ്ടും വരാം. മറ്റൊരു വാർത്തയിലേക്ക്. വോട്ട് തിരുത്തൽ വിവാദത്തിൽ ജി സുധാകരനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം. അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ന്യൂസ് 18നോട് പറഞ്ഞു. തെളിവ് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കേസ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് അറിയില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അന്വേഷണ സംഘം പറയുന്നത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അത് നമുക്ക് 1984 നടന്നൊരു കേസാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത പുതിയ ഇലക്ഷൻ വരുന്ന സമയത്ത് പഴയ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ പറയും. അതിന്റെ കേസിന്റെ പീരീഡ്, ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ വേറിയ പങ്ക് അന്വേഷിച്ചിടത്തോളം അത് ട്രേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിനകത്ത് ഇനി എന്തായിരിക്കും? കാരണം തെരഞ്ഞെടുപ്പ് ഭരണാധികാരി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. ഉണ്ട്. അത് അന്വേഷണം നമ്മൾ നിർത്തിവെച്ചിട്ടില്ല. അന്വേഷണം നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ കൊണ്ട് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് പ്രശ്നം ഈ മെറ്റീരിയൽസ് ട്രേസ് ഔട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേസ് റെഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സൗത്ത് പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് റെഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റെഫർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാണോ ഇതോ കാര്യങ്ങൾ? അത് അറിയത്തില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയിപ്പൊന്നുമില്ല. നിലവിൽ നിങ്ങളുടെ ഒരു അന്വേഷണം ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഒരു ഇതിൽ തഹസിൽദാർക്ക് അന്നത്തെ EROമാരെല്ലാം കോൺടാക്ട് ചെയ്തിരുന്നു. അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇതിപ്പോൾ ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ,
കേസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കളക്ടർ പറയുമ്പോഴും കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഒന്നുമില്ല മുന്നിൽ. പിന്നെ എങ്ങനെ ഈ കേസിൽ ഈ അവസാനിപ്പിച്ചിട്ടില്ല എന്നൊരു പ്രഖ്യാപനം മാത്രം നടത്തുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? എന്താണ് ഇതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം? ശ്രീജ, നമ്മളോട് പ്രതികരിച്ചത് ജില്ലാ കളക്ടറായ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി കൂടിയാണ് ജില്ലാ കളക്ടർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിൽ അത്തരത്തിൽ ജി സുധാകരന്റെ പോസ്റ്റൽ വോട്ട് തിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ കേസിൽ ആദ്യമായി തന്നെ നിയമ നടപടികളിലേക്ക് കടന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ ഭാഗമായി ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. ജില്ലാ SP പരാതി നൽകുകയും പിന്നീട് അത് സൗത്ത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനകത്ത് പോലീസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കേസ് റെഫർ ചെയ്യുന്നതിന് വേണ്ടി ആലപ്പുഴ സൗത്ത് SHO ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രന്റെ അനുമതി തേടിയിരുന്നു. പക്ഷേ ആ അനുമതി തേടിയുള്ള റിപ്പോർട്ടിന്മേലും ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ കേസ് റെഫർ ചെയ്യുന്ന ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ കേസ് ഇപ്പോഴും ലൈവായി തന്നെ അവർ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നതെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റൽ വോട്ടുകൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതിന്റെ കൃത്യമായ ഇടവേളകളിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ നശിപ്പിച്ച് കളയാറുണ്ട്. അത്തരത്തിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തിരുത്തിയെന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന പോലീസ് പരിശോധിക്കേണ്ട പോസ്റ്റൽ വോട്ടുകൾ നഷ്ടമായി എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ മറ്റേതെങ്കിലും രീതിയിൽ അതിന്റെ എവിഡൻസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ 1 മാസത്തിന് മേളിലായി സൗത്ത് പോലീസ് ഈ കേസ് റെഫർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ അനുവാദം തേടിയിട്ട്, എന്നാൽ അത്തരത്തിലൊരു റെഫർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ തങ്ങൾക്ക് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ കളക്ടർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1989 നടന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നുള്ളതാണ്. കഴിഞ്ഞ NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായത്. അതായത് NGO യൂണിയൻ നേതാക്കന്മാർ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ അത് പാർട്ടി ഓഫീസിൽ നൽകേണ്ട ആവശ്യമില്ല. പാർട്ടി ഓഫീസിൽ ഇടതുപക്ഷത്തിന് എന്ന് പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തി നൽകുന്ന വോട്ടുകൾ പലതും ഇടതുപക്ഷത്തിനല്ല, അത്തരത്തിൽ ചില പരിശോധനകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തുറന്ന് പരിശോധിക്കാറുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായത്. എന്നാൽ ജി സുധാകരൻ അത് പിന്നീട് ഒരു ഘട്ടത്തിൽ തിരുത്തുകയും ചെയ്തു. ഈ വോട്ടുകൾ തങ്ങളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല, അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടവർ നേരിട്ട് പോസ്റ്റൽ വോട്ടുകൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആ പ്രസംഗം നടന്ന പിറ്റേ ദിവസം വൈകിട്ട് തന്നെ FIR എടുത്തൊരു സാഹചര്യമുണ്ടായി. നിയമോപദേശം തേടിയ ഘട്ടത്തിൽ പോലും ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ല, മറിച്ച് ഈ പ്രസംഗത്തിന്റെ ഈ സംഭവം നടന്നതിന്റെ കാലപ്പഴക്കം ഈ കേസിനെ ബാധിക്കുമെന്നുള്ള ചോദ്യം മാത്രമായിരുന്നു നിയമോപദേശത്തിന് പോലും പോലീസ് വെച്ചത്. പക്ഷേ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ടുള്ള ഈ പോസ്റ്റൽ വോട്ടുകൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇല്ല എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കേസിൽ നിർണായക തെളിവായ പോസ്റ്റൽ വോട്ടുകൾ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം ഇപ്പോൾ നമുക്ക് ലഭ്യമായി. അതിനപ്പുറത്തേക്ക് പക്ഷേ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ പരിശോധന നടന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഇനിയുള്ള ബാക്കിയുള്ള എവിഡൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടികളാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യമായി നിൽക്കുന്നത്. പരിശോധനകൾ ഉണ്ടാകുമോ? അതായത് പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഇത് നടന്നിട്ടുള്ളതെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ അടക്കം നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ദൂരം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് കളക്ടറുടെ വാക്കുകളിലും പ്രകടമാണ്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. പൂരം കലക്കലിൽ മന്ത്രി K രാജന്റെ മൊഴിയെടുത്തു. പൂരം കലക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഗൂഢാലോചന നടന്നു എന്നാണ് മന്ത്രി മൊഴി നൽകിയത്. പ്രശ്നമുണ്ടാകുമെന്ന് ADGP MR അജിത് കുമാറിനെ നേരത്തെ അറിയിച്ചിരുന്നു. പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ലെന്നും മന്ത്രിയുടെ മൊഴിയിലുണ്ട്. DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീണ്ടും മൊഴിയെടുക്കുന്നത്. വിശദാംശങ്ങൾ News 18 ലഭിച്ചു.
ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ പൂരം കലക്കലിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് മന്ത്രി പറയുന്നതിനൊപ്പം ശ്രദ്ധിക്കേണ്ടത്, പ്രശ്നമുണ്ടായ ശേഷം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി മന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടാം ഘട്ടത്തിലാണ് DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം റവന്യൂ മന്ത്രി കൂടിയായ കെ രാജന്റെ മൊഴിയെടുത്തത്. അപ്പോൾ അദ്ദേഹം നൽകിയിരിക്കുന്ന മറുപടി ഞെട്ടിക്കുന്ന മറുപടികളാണ്. അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് സംഘർഷ സാധ്യത നിലനിന്നിരുന്നതിനാൽ സംഭവം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുമ്പും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് കടക്കാൻ സാധ്യതയുണ്ട്. ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അധിക ജാഗ്രത വേണമെന്ന കാര്യം പോലീസിനെ നേരിട്ട് താൻ അറിയിച്ചതാണ്. ADGP MR അജിത് കുമാറിനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറായില്ല. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പോലീസ് ഇങ്ങനെ ഒരു അവസരം അവിടെ ഒരുക്കി കൊടുത്തത്. ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ അങ്ങനെ ഒരു ഗൂഢാലോചന കൂടി നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ നീക്കമാണ് എന്നാണ് മന്ത്രി കെ രാജന്റെ മൊഴി. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പരാമർശമായി ഈ അവർ സമർപ്പിക്കുന്ന അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കേണ്ടി വരും. മാത്രവുമല്ല, ഇന്നലെയും MR അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു കെ രാജൻ നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെതിരെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തുടർ നടപടി എന്തെങ്കിലും ഉണ്ടാകുമോ, അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോറിയുമായി പിടിയിലായ രാജസ്ഥാൻ സംഘത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ തമിഴ്നാട് പോലീസ് ഇന്ന് അപേക്ഷ നൽകിയേക്കും. കണ്ടെയ്നർ പരിശോധിച്ചപ്പോൾ ഗ്യാസ് കട്ടർ കണ്ടെടുത്തിരുന്നു. ATM കവർച്ച ലക്ഷ്യമിട്ടാണ് പ്രതികൾ എത്തിയത് എന്നാണ് നിഗമനം. പോലീസിന്റെ നിഗമനം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, അതീവ നാടകീയമായിരുന്നു എല്ലാ കാര്യങ്ങളും ഇതുമായി നടന്നത്. ഇന്നിപ്പോൾ മൊഴി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു അപേക്ഷ നൽകുമെന്നാണ് കരുതുന്നത്. ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ശ്രീജ, തിങ്കളാഴ്ചയാണ് തമിഴ്നാട് പോലീസ് ഇവിടേക്ക് കേരളത്തിലേക്ക് ഒരു ഈക്കോ കാർ മോഷ്ടിച്ചൊരു സംഘം കടന്നിട്ടുണ്ട്, കണ്ടെയ്നറിൽ മോഷ്ടിച്ചൊരു സംഘം കടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കേരള പോലീസിന് നൽകുന്നത് എങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും സാധാരണ പരിശോധനയ്ക്കിടെ തന്നെയാണ് കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ടവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ അതിൽ കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ATM തകർക്കാനുള്ള ഉപകരണങ്ങൾ, ഗ്യാസ് കട്ടറും അനുബന്ധ സാധനങ്ങളും ഒക്കെ കണ്ടെടുത്തത് കൊണ്ടാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷേ പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഹരിയാനയിലെ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള, അതായത് മോഷണ സംഘത്തിന്റെ തലവനായിട്ടുള്ള സദ്ദാമിന്റെ സംഘമാണ് ഈ കേരളത്തിൽ ഉള്ളത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ലഭിക്കുന്നത്. അത്തരത്തിലുള്ളൊരു നിഗമനം പോലീസിനുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ഈ സൈഗൂൾ എന്ന് പറയുന്ന, അതായത് പോലീസ് സ്റ്റേഷൻ തകർത്ത് പോലീസുകാരെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരു പ്രതി, അയാളെ ഈ സംഘത്തിലെ പ്രധാന തലവന്മാരിൽ ഒരാളാണ്, പ്രധാന മോഷ്ടാക്കളിൽ ഒരാളാണ്. അയാൾ വിവിധ മോഷണങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആസൂത്രണം ചെയ്ത ചരിത്രമുണ്ട് എന്നൊക്കെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ സദ്ദാം എന്ന് പറയുന്ന ആൾ ഹരിയാനയിലെ തന്നെ വലിയ ഒരു മോഷ്ടാവാണ്, വലിയൊരു ഗുണ്ടയാണ്, ഗുണ്ട തലവനാണ്. ഇയാളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മോഷണ സംഘങ്ങൾ ഇന്ത്യയിലുടനീളം സജീവമായി ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ, അതായത് ഈ കണ്ടെയ്നർ നമുക്കറിയാം, കണ്ടെയ്നറിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. GST CGST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണ്. അതുപോലെ തന്നെ കണ്ടെയ്നറിൽ 8 ലക്ഷം രൂപയോളം വില വരുന്ന AC ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം ബില്ലുകളൊക്കെ കൃത്യമായുണ്ട്. ഇത്തരം ഇൻഫർമേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് കടന്നു വരുന്ന ഒരു സാഹചര്യം, ചെക്ക് പോസ്റ്റിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങി വരാനുള്ള എല്ലാ എവിഡൻസോടും കൂടിയാണ് ഇവർ കണ്ടെയ്നറുമായി കേരളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇൻഫർമേഷൻ. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഘത്തെയും പിടികൂടിയിട്ടുള്ളത്. കാരണം കണ്ടെയ്നറിന്റെ പേപ്പറുകളൊക്കെ ക്ലിയർ ആണ്. അതിൽ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നികുതി വെട്ടിപ്പോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ ലംഘനങ്ങളൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ സാധാരണയായി ഒരു ചെക്ക് നടത്തുകയാണെങ്കിൽ അത് വിട്ടയക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെടുന്നതും രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ കേരളത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തമിഴ്നാട് പോലീസിന് ഇൻഫർമേഷൻ കൂടി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചെക്കിംഗ് കൂടുതൽ തീവ്രമാക്കിയതും അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ കണ്ടെത്തുന്നതും അങ്ങനെയാണ്. എന്തായാലും ഇവർക്കെതിരെ 2 കേസുകളാണ് പ്രധാനമായും, രണ്ടും ജാമ്യമില്ലാത്ത കേസുകൾ തന്നെ, വകുപ്പിൽപ്പെടുന്ന കേസുകൾ
തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഈ ATM തകർത്ത്, അതായത് കണ്ടെയ്നർ കൊണ്ടുവന്ന് നിർത്തി ATMന്റെ മുന്നിൽ നിർത്തിയിട്ട് പിന്നീട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ATMിൽ നിന്ന് പണം അപഹരിച്ചു പോകുന്ന ഒരു രീതിയാണ് ഇവരുടേതെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇവർ ചോദ്യം ചെയ്യൽ ഇതൊന്നും സമ്മതിച്ചിട്ടില്ല. പക്ഷേ അത്തരം ആസൂത്രണമായിട്ടാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് കാറ് മോഷ്ടിക്കുകയും ആ കാറിൽ പോയി മോഷണം നടത്തുകയും തിരിച്ച് കാറ് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ച് വരുന്നത് എന്നുള്ള ഇൻഫർമേഷനുമുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. തമിഴ്നാട് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ഇന്നലെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇനി ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവരെ റിമാൻഡ് ചെയ്യണം, കോടതി റിമാൻഡിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവർ ചോദ്യം ചെയ്യലൊന്നും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല ഈ 2 കേസുകൾ എന്ന് പറയുന്നത്, ഒന്ന് ATM തകർത്ത് പണം അപഹരിച്ചു പോകാനുള്ള നീക്കങ്ങളുമായിട്ട് അതിനുള്ള ഉപകരണങ്ങളുമായി ഇവരെ പിടികൂടി എന്നുള്ളതും, രണ്ടാമത്തത് ഈ സൈക്കിൾ എന്ന് പറയുന്ന ഹരിയാന സ്വദേശിയായിട്ടുള്ള ഈ കൂട്ടത്തിലുള്ള പിടിക്കപ്പെട്ട ഒരു മോഷ്ടാവ്, അയാൾ ഈ ശുചിമുറിയുടെ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയുടെ വാതിൽ തകർത്ത് രക്ഷപ്പെടാൻ, ജനൽ തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതിൻ്റെ പോലീസുകാരനെ പിടിക്കാൻ ചെന്ന് പോലീസുകാരനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. അതായത് അവരുടെ പോലീസുകാരുടെ കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റ രീതി. ശരി, ഞാൻ എന്തായാലും ഈ വിഷയത്തിൽ തമിഴ്നാട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് കരുതുന്നത്. ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാവിലെയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വളരെ വിശദമായി ചർച്ചകൾ വിശകലനം ചെയ്യാനും ചർച്ചകൾക്കുമൊക്കെയുള്ള സമയമാണ്. ന്യൂസ് 10 അപർണ കുറുപ്പ് ചേരും. രാവിലെയിൽ വീണ്ടും നമുക്ക് നാളെ കാണാം.